ഫ്രണ്ട്സ്, നോഹയുടെ മുതുമുത്തച്ഛനായ ഈനോക്ക് എഴുതിയ പുസ്തകങ്ങളെക്കുറിച്ച് ന്യൂ ടെസ്റ്റ്മെന്റിൽ പറയുന്നുണ്ടെങ്കിലും ബൈബിൾ ക്രോഡീകരിച്ചപ്പോൾ അതിൽ ഉൾപ്പെടുത്താതെ നമുക്ക് നഷ്ടപ്പെട്ട ഈനോക്കിന്റെ പുസ്തകങ്ങളെക്കുറിച്ചാണല്ലോ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യ ബുക്കിൽ ഉൾപ്പെട്ട വാച്ചേഴ്സ്, പാരബിൾസ് 1ഉം 2ഉം ഇതിനോടൊക്കെ നിങ്ങൾ വായിച്ചു കാണുമല്ലോ. വായിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് അവസാന പേജിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ 3ാമത്തെ പാരബിളിനെ കുറിച്ചുള്ളതാണ്. ഇത് മലയാളത്തിലേക്ക് ഞാൻ വിവർത്തനം ചെയ്യുന്നത് ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത എം നിബിൻ്റെ പുസ്തകത്തിൽ നിന്നുമാണ്. എത്യോപ്യൻ ഭാഷയായ ഗീസിൽ നിന്നുമാണ് ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഇത് പുരാതനകാല ഇംഗ്ലീഷിലായതിനാൽ വായിക്കുവാൻ പ്രയാസമാണ്. കൂടാതെ പലയിടത്തായി ചിതറിക്കിടക്കുകയും ചെയ്യുന്നു. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി അത് ഞാൻ ഒരു വാക്കുപോലും വ്യത്യാസം വരുത്താതെ ബുക്കിലുള്ളതുപോലെ പുരാതന ഇംഗ്ലീഷിൽ കൊടുത്തിട്ട് അതിനടിയിൽ വായിക്കത്തക്കവണ്ണം ഒരു ചേഞ്ചും വരുത്താതെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വിവരണം ആവശ്യമെന്ന് തോന്നിയതിന് വിവരണം ആ ബുക്കിലുള്ളതല്ല, എനിക്ക് മനസ്സിലായ വിധമാണ്. അതിനാൽ എന്തെങ്കിലും അതിൽ തെറ്റുണ്ട് എന്ന് തോന്നിയാൽ ചൂണ്ടിക്കാണിക്കണം. ഇനി നമുക്കതിലേക്ക് കടക്കാം. ഇത് ഈനോക്കിന്റെ 3ാമത്തെ പാരബിളാണ്. 70. 1. ഈ ലോകത്തെ അതിന്റെ ആരംഭത്തിൽ ഇരുമ്പാക്കി മാറ്റിയ നീതിമാൻ അവിടെ വസിച്ചു. അതിനുശേഷം ഉണങ്ങിയ നിലത്തു നിന്നും, അതായത് ഭൂമിയിൽ നിന്നും, അവന്റെ നാമം അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ നിന്നും എടുക്കപ്പെട്ടു. മനുഷ്യപുത്രന്റെയും ആത്മാക്കളുടെ ലോഡിന്റെയും സന്നിധാനത്തിലേക്ക്. ലോകത്തെ ഇരുമ്പാക്കി മാറ്റിയ നീതിമാൻ, എന്താണ് ഇതിനർത്ഥം? ഇരുമ്പെന്നത് ഇവിടെ ഒരു വസ്തുവല്ല, ഒരു നിലപാടാണ്. അതുപോലെ ഈനോക്കിന്റെ നിലപാട് നീതിയും വിശ്വാസവും ലോകത്തിന്റെ ആത്മീക ഘടനയ്ക്ക് അടിത്തറയാകുന്നു. ദൃഢതയും ശക്തിയേറിയതുമായ ഇരുമ്പ് ഭൗതിക ലോകത്തെ നിർമ്മാണ പ്രവൃത്തികൾക്ക് അടിത്തറ പാകുവാൻ ഉതകുന്നതുപോലെ സൃഷ്ടിയുടെ ആത്മീക അടിത്തറയായിരുന്നു വിശ്വാസത്തിൽ ഉറച്ച് നീതിമാൻ, ദൈവത്തോട് നടന്നവൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈനോക്ക് എന്നതാണ് പ്രതീകാത്മകമായി ഇരുമ്പ് എന്ന വാക്കിനാൽ ചൂണ്ടിക്കാണിക്കുന്നത്. 2. ആത്മാവിന്റെ രഥങ്ങളിൽ ഉയർത്തപ്പെട്ട എൻ്റെ ആ നാമം അവരുടെ ഇടയിൽ നിന്നും അപ്രത്യക്ഷമായി. 3. അന്നു മുതൽ ഞാൻ അവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല. വടക്കു പടിഞ്ഞാറ് 2 കാറ്റുകൾക്കിടയിലായി അവൻ എന്നെ നിർത്തി. മാലാഖമാർ ചരടുകൾ എടുത്തു. തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും നീതിമാന്മാർക്കും വേണ്ടിയുള്ള സ്ഥലത്ത് എനിക്കായി സ്ഥാനം ചിട്ടപ്പെടുത്തുവാനായി. 4. അവിടെ ഞാൻ എൻ്റെ പൂർവ്വ പിതാക്കന്മാരെ കണ്ടു. അധ്യായം 71. 1. ഇതിന് ശേഷം എൻ്റെ ആത്മാവ് മുകളിലേക്ക് എടുക്കപ്പെട്ടു, സ്വർഗത്തിനുള്ളിലേക്ക് എത്തിച്ചേരും വരെ. അഗ്നിജാലകളിൽ ചവിട്ടുന്ന അനേകം വിശുദ്ധ മാലാഖമാരെ ഞാൻ കണ്ടു. അവരുടെ പുറംചട്ട വെളുത്തതും അവരുടെ വസ്ത്രങ്ങളും മുഖശോഭയും മഞ്ഞുപോലെയുമായിരുന്നു. 2. ഞാൻ 2 അഗ്നി നദികൾ കണ്ടു. ഒരു ഹയാസിന്ത് പോലെ തിളങ്ങിയ ആ അഗ്നിയുടെ നീല പർപ്പിൾ വെളിച്ചം ആത്മാക്കളുടെ നാഥന്റെ സന്നിധിയിൽ എൻ്റെ മുഖത്തേക്ക് പതിച്ചു. പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ ദൂതൻ എൻ്റെ വലത് കൈ പിടിച്ച് എന്നെ ഉയർത്തി കരുണയുടെ എല്ലാ രഹസ്യങ്ങളിലേക്കും നീതിയുടെ രഹസ്യങ്ങളിലേക്കും നയിച്ചു. 4.
അവൻ സ്വർഗത്തിൻ്റെ അറ്റങ്ങളിലെ എല്ലാ രഹസ്യങ്ങളും എനിക്ക് കാണിച്ചു തന്നു. നക്ഷത്രങ്ങളുടെയും വിളക്കുകളുടെയും ഖജനാവുകൾ അവ പരിശുദ്ധന്റെ കീഴിൽ നിന്ന് എവിടെ നിന്നാണ് ഉദിക്കുന്നത് എന്നതുവരെ. 5. ആത്മാവ് ഈനോക്കിനെ ഏറ്റവും ഉയർന്ന സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ഞാൻ വെളിച്ചത്തിന്റെ മധ്യത്തിൽ സ്ഫടികക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച എന്തോ ഒന്ന് കണ്ടു. ആ കല്ലുകളുടെ നടുവിൽ ജീവിക്കുന്ന അഗ്നിയുടെ നാവുകൾ ഉണ്ടായിരുന്നു. 6. ആ വീടിനെ ചുറ്റി ഒരു അഗ്നിവൃത്തത്തെ എൻ്റെ ആത്മാവ് കണ്ടു. അതിൻ്റെ 4 വശങ്ങളിൽ നിന്നും ജീവനുള്ള തീ നിറഞ്ഞ നദികൾ ഒഴുകിയെത്തി. അവ ആ വീടിനെ വളഞ്ഞു. ചുറ്റും വലയം തീർത്ത് സെറാഫീമും കെരൂബും ഒഫാനീമും ഉണ്ടായിരുന്നു. ഇവരാണ് ഉറങ്ങാതെ അദ്ദേഹത്തിന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിന് കാവൽ നിൽക്കുന്നവർ. 8. 1000 ആയിരങ്ങളും 10,000 മടങ്ങ് 10,000 ദൂതന്മാർ അതിന് ചുറ്റും നിൽക്കുന്നത് ഞാൻ കണ്ടു. മിഖായേൽ, റാഫേൽ, ഗബ്രിയേൽ, ഫനുവേൽ. ഇവരെ കൂടാതെ മുകളിലെ സ്വർഗങ്ങളിലുള്ള വിശുദ്ധ മാലാഖമാർ വീടിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് ഞാൻ കണ്ടു. മിഖായേൽ, റാഫേൽ, ഗബ്രിയേൽ, ഫനുവേൽ എന്നിവരും എണ്ണമറ്റ നിരവധി വിശുദ്ധ ദൂതന്മാരും ആ വീട്ടിൽ നിന്നും പുറത്തു വന്നു. അവരോടൊപ്പം ഹെഡ് ഓഫ് ഡേയ്സും. അദ്ദേഹത്തിന്റെ തല വെളുത്തതും ശുദ്ധവും കമ്പിളിയും വസ്ത്രങ്ങളും പോലെ വർണ്ണിക്കാൻ കഴിയാത്തതുമാണ്. ഞാൻ കവിഴ്ന്നു വീണു. എൻ്റെ ശരീരം മുഴുവൻ ഉരുകി. എൻ്റെ ആത്മാവ് രൂപാന്തരപ്പെട്ടു. ആത്മാവിൻ്റെ ശക്തിയാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു, അനുഗ്രഹിച്ചു, സ്തുതിച്ചു, മഹത്വപ്പെടുത്തി. ഹെഡ് ഓഫ് ഡേയ്സിന് മുൻപാകെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഈ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് പ്രസാദകരമായിരുന്നു. ആ ഹെഡ് ഓഫ് ഡേയ്സ് മിഖായേൽ, ഗബ്രിയേൽ, റാഫേൽ, ഫനുവേൽ എന്നിവരോടും എണ്ണമറ്റ ആയിരക്കണക്കിന് ദൂതന്മാരോടും കൂടെ വന്നു. ആ ദൂതൻ എൻ്റെ അടുക്കൽ വന്നു. തൻ്റെ ശബ്ദത്തിൽ എന്നെ അഭിവാദ്യം ചെയ്ത് എന്നോട് പറഞ്ഞു, നീ നീതിക്ക് ജനിച്ച മനുഷ്യപുത്രനാകുന്നു. നീതി നിന്റെ മേൽ നിലനിൽക്കുന്നു. ഹെഡ് ഓഫ് ഡേയ്സിന്റെ നീതി നിന്നെ വിട്ടുപോകുകയില്ല. 15. മാലാഖ എന്നോട് പറഞ്ഞു, അദ്ദേഹം, അതായത് ഹെഡ് ഓഫ് ഡേയ്സ്, വരാനിരിക്കുന്ന ലോകത്തിന്റെ നാമത്തിൽ നിങ്ങളോട് സമാധാനം ഘോഷിക്കുന്നു. കാരണം ലോക സൃഷ്ടിയിൽ നിന്ന് സമാധാനം പുറത്തു വന്നിരിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് അത് എന്നേക്കുമായി ഉണ്ടായിരിക്കും. എന്താണ് ഇതിനർത്ഥം? ഹെഡ് ഓഫ് ഡേയ്സ് ഒരു ദൂതൻ വഴി ഈനോക്കിന് വാഗ്ദാനം ചെയ്യുന്ന സമാധാനം സംഘർഷമില്ലാത്ത പൂർണ്ണതയുള്ള സമാധാനത്തിൻ്റെ ഒരു ദിവ്യ സന്ദേശമാണ്. അത് കൊടുക്കുന്നതോ വരുവാനിരിക്കുന്ന ലോകത്തിൻ്റെ നാമത്തിൽ. ഇത് പുതിയ സൃഷ്ടിയെ, വരുവാനിരിക്കുന്ന യുഗത്തെ സൂചിപ്പിക്കുന്നു. നീതി, സമാധാനം, ദിവ്യ സാന്നിധ്യം എന്നിവയാൽ പൂർണ്ണമായ ഭാവിയിലെ ദിവ്യരാജ്യം. ബൈബിളിലെ വെളിപ്പാട് 21 മുകളിൽ നിന്നും ഇറങ്ങി വരുന്ന പുതിയ ആകാശത്തെയും ഭൂമിയെയും നമ്മുടെ രക്ഷകന്റെ 1000 വർഷക്കാല ഭരണത്തിന് കീഴിലുള്ള സമാധാനം നിറഞ്ഞ യുഗത്തെയും കുറിച്ച് പറയുന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന വരുവാനിരിക്കുന്ന ലോകം. ഈ സമാധാനം ഈനോക്ക് കൊടുക്കുന്നതിനുള്ള കാരണം ലോക സൃഷ്ടിയിൽ നിന്ന് സമാധാനം പുറത്തു വന്നിരിക്കുന്നു എന്നതാണ്. യഥാർത്ഥ സമാധാനം ഉത്ഭവിക്കുന്നത് ഈ വീണുപോയ ലോകത്തിൽ നിന്നല്ല, മറിച്ച് കാലത്തിനു മുമ്പ് നിലനിന്നിരുന്നതും അവസാനം പൂർണ്ണമായും വെളിപ്പെടുന്നതുമായ നിത്യമായ മണ്ഡലത്തിൽ നിന്നുമുള്ള ദൈവിക ക്രമത്തിൽ നിന്നാണ് എന്നിത് സൂചിപ്പിക്കുന്നു.
സമാധാനം മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, മറിച്ച് തുടക്കം മുതൽ സൃഷ്ടിയിലേക്ക് ഒഴുകുന്ന നിത്യമായ ലോകത്തിൽ നിന്നുള്ള ഒരു സമ്മാനമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. 71:16 നീതി നിന്നെ വിട്ടുപിരിയാത്തതിനാൽ എല്ലാവരും നിന്റെ വഴിയിൽ നടക്കും. അവരുടെ വാസസ്ഥലം നിന്നോടൊപ്പമായിരിക്കും, അവരുടെ ഓഹരി നിന്നോടൊപ്പമായിരിക്കും. അവർ എക്കാലവും നിന്നോടൊപ്പം കാണും, ഒരിക്കലും നിന്നിൽ നിന്നും വേർപിരിക്കുകയില്ല. 17 അങ്ങനെ മനുഷ്യപുത്രനോടൊപ്പം നിത്യകാലം നീതിമാന്മാർക്ക് സമാധാനമുണ്ടാകും. മാത്രമല്ല, നീതിമാന്മാർക്ക് ലോർഡ് ഓഫ് സ്പിരിറ്റിന്റെ നാമത്തിൽ എന്നേക്കും നേരുള്ള ഒരു വഴിയും ഉണ്ടായിരിക്കും. 1 ഈനോക്ക് 7:16 എന്താണത് അർത്ഥമാക്കുന്നത്? അത് ഈനോക്കിന്റെ തലമുറയാണോ സൂചിപ്പിക്കുന്നത്? മഹത്വീകരിക്കപ്പെട്ട മനുഷ്യപുത്രൻ എന്ന നിലയിൽ ഈനോക്കിനോടൊപ്പം ഇതിൽ എന്നേക്കും വസിക്കുന്ന നീതിമാന്മാരെ കുറിച്ച് പറയുമ്പോൾ ആ ദർശനം മിശിഹാ യുഗത്തിന് മുൻപുള്ള ഒരു ചട്ടക്കൂടിനെ സൂചിപ്പിക്കുന്നു. മോശയുടെ ന്യായപ്രമാണത്തിന് മുമ്പും ക്രിസ്തുവിന്റെ വരവിന് മുമ്പും ജീവിച്ചിരുന്നവർക്ക് ഇതൊരു വെളിപ്പെടുത്തലായിരുന്നു. യേശു ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന നിലയിൽ നാം പുതിയതും ശാശ്വതവുമായ ഒരു ഉടമ്പടിയിലാണ്. യേശു തന്നെ യഥാർത്ഥ മനുഷ്യപുത്രൻ. ദാനിയേൽ 7 ദർശനം നിറവേറ്റുകയും ഈനോക്കിന്റെ വ്യക്തിത്വത്തെ മറികടക്കുകയും ചെയ്തുകൊണ്ട് യേശു പലപ്പോഴും തന്നെ തന്നെ മനുഷ്യപുത്രൻ എന്ന് പരാമർശിച്ചു. ഇനി ബൈബിളിൽ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യപുത്രൻ എന്ന് വിശേഷിക്കപ്പെട്ട കാര്യസ്ഥന്റെ വംശാവലി നമുക്കൊന്ന് പരിശോധിക്കാം. 1 ജാഗ്രതയുടെ ശബ്ദമായ യെഹസ്കേൽ. ഇസ്രായേലിന്റെ കാവൽക്കാരനായി ദൈവം വിളിച്ച പ്രവാചകൻ, മനുഷ്യപുത്രൻ എന്ന വിളിപ്പേര്. അദ്ദേഹത്തിന്റെ മാനുഷികതയെ ഇതൊക്കെ അടിവരയിടുന്നു. എങ്കിലും ദിവ്യ ദർശനങ്ങളും മുന്നറിയിപ്പുകളും അദ്ദേഹത്തെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എസെക്കിയേൽ 3:17. 2 ദാനിയേൽ, മഹത്വത്തിലേക്ക് ഉയർന്ന ദർശനം. ദാനിയേൽ 7 മേഘങ്ങളിൽ ഉയരുന്ന മനുഷ്യപുത്രനെ പോലെ ഒരു ദർശന രൂപം. പുരാതനന്റെ സമീപം കൊണ്ടുവരപ്പെടുന്ന അവനെ ആധിപത്യം, മഹത്വം, രാജത്വം ഇവയൊക്കെയും നൽകി നീതിയുടെയും മിശിഹായുടെയും പ്രതീകമായി അനുഗ്രഹിക്കപ്പെടുന്നു. ദാനിയേൽ 7:13-14. 3 ഈനോക്ക്, ദൈവ വഴിയിലൂടെ നടന്നവൻ, തൻ്റെ യുഗത്തിൽ നീതിയുടെ പാതയിലൂടെ നടന്നവൻ, ദൈവത്തോടൊപ്പം നടന്നു, മനുഷ്യരിൽ ദൈവ വഴി തെളിയിച്ചവൻ. ഉൽപ്പത്തി 5:24. 4 യേശു, പൂർണ്ണതയുടെ മനുഷ്യപുത്രൻ. യേശു തന്നെ തന്നെ മനുഷ്യപുത്രൻ എന്ന് വിളിക്കുന്നു. ഈനോക്കിന്റെ നീതിയും എസെക്കിയേലിന്റെ ജാഗ്രതയും ദാനിയേലിന്റെ മഹത്വവും യേശുവിൽ പൂർണ്ണതയാകുന്നു. മുൻഗാമികളെല്ലാം ദീപങ്ങളെങ്കിൽ യഥാർത്ഥ സൂര്യോദയമാണ് യേശു ക്രിസ്തു. ലൂക്ക് 19:10. അധ്യായം 71:7 പല റാങ്കിലുള്ള മാലാഖമാരുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ബൈബിൾ ആഴമായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കായാണ് ഞാൻ ഈ സ്ലൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ളവർ ഇത് വായിക്കുക. ഈനോക്കിന്റെ 1 പുസ്തകത്തിന്റെ ബാക്കി ഭാഗം അടുത്തതിൽ. സത്യാന്വേഷിണികളെ, ഈ യാത്രയിൽ എന്നോടൊപ്പം കൂടുവാൻ ആഗ്രഹിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്നത് അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ അത് പബ്ലിഷ് ചെയ്താൽ ഉടൻ കിട്ടുകയുള്ളൂ. അതുപോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നറിയുവാനും താല്പര്യമുണ്ട്.
ഇത് എത്യോപ്യൻ ഗീസിൽ നിന്നും ആദ്യമായി ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തതിൽ നിന്നുമാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. പുരാതന ഇംഗ്ലീഷിൽ പലയിടത്തായി ചിതറിക്കിടക്കുന്നതിനാൽ ഞാനത് നിങ്ങൾക്ക് വായിക്കത്തക്കവണ്ണം ഒരു വാക്കുപോലും വ്യത്യാസം വരുത്താതെ വായിക്കാവുന്ന ഇംഗ്ലീഷിലേക്ക് നിങ്ങൾക്കായി അതിനടിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു വാക്ക് തെറ്റിയാൽ അർത്ഥം തന്നെ മാറിപ്പോകും. ബൈബിളിൽ ഈ ബുക്കിനെ കുറിച്ച് പറയുന്നതിനാൽ ഒരിക്കലും ദൈവവചനം ദുഷിക്കുവാൻ പാടില്ലാത്തതിനാൽ ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം. ഇതാദ്യമായി കാണുന്നവർക്കായി ഇതിൻ്റെ ആദ്യ ബുക്കായ വാച്ചേഴ്സിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ സഹയാത്രികളെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.